ഞങ്ങൾ സൊലസ് എന്ന് പറയുന്ന കുട്ടികൾ തൊട്ട് 18 വയസ്സ് വരെയുള്ള കുട്ടികളെ ക്യാൻസർ തൊട്ട് പല വിധത്തിലുള്ള വിവിധ രോഗങ്ങളാൽ ദുരിതം അനുഭവിക്കുന്ന കുട്ടികളുടെ ചികിത്സയും അതേമാതിരി അവർക്ക് വേണ്ട ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ സൊലൈസ് ഹോം എന്ന് പറഞ്ഞിട്ടൊരു ഹോം തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് പരിപാടികളായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ പ്രസ്ഥാനം 2007 ഇപ്പോഴത്തെ ഒരു പ്രശസ്ത എഴുത്തുകാരി എന്ന് പറയാം ആയിട്ടുള്ള ഒരു സാധാരണ സ്ത്രീയായിരുന്ന ഷീബ അമീർ എന്ന പേരിലുള്ള, നിങ്ങളെല്ലാം കേട്ട് കാണും, അവരാരംഭിച്ചതാണ്. അവർക്ക് അവരുടെ കുട്ടിക്ക് ക്യാൻസർ ബാധിച്ച് അതിൻ്റെ ചികിത്സാർത്ഥം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബോംബെയിൽ പൂനെയിൽ പോയി ചികിത്സ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പല അമ്മമാരും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ പോലും പൈസയില്ലാത്ത പരിതസ്ഥിതിയും അവർ ബാത്റൂമിലൊക്കെ വന്നാണ് പൊട്ടിക്കരയുന്നത്. ഈ കാഴ്ച കണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ അവരുടെ ഉണ്ടായ കുറേ വൈകാരികമായ സമ്മർദ്ദത്തിൻ്റെ ഉള്ളിൽ നിന്നും ഉദിച്ച ഒരാശയമാണ് സൊലൈസ് എന്ന ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. ആ കുട്ടി അതിനുശേഷം ഇതൊക്കെ അസുഖം മാറിയെങ്കിലും വേറെ ചില കിഡ്നി സംബന്ധമായി മറ്റുള്ള അസുഖങ്ങളൊക്കെ വന്ന് 2013 മരണമടഞ്ഞെങ്കിലും 2007 തന്നെ സൊലസ് എന്ന് പറയുന്ന ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്ത് അതിൻ്റെ അതേമാതിരിയുള്ള കുറേ സുമനസ്സുകളോട് കൂടെ ചേർന്ന് ഇപ്പോൾ കേരളത്തിൽ 10 ജില്ലകളിലായി 11 കേന്ദ്രങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും ഈ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയായിട്ട് ഏകദേശം 7000 കുട്ടികൾക്ക് സഹായം എത്തിക്കാൻ സാധിച്ചു കേരളത്തിലുടനീളം. ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ ഇതുവരെ 1400-ലധികം രോഗികൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്തു. ഇപ്പോഴും വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. 2019 തിരുവനന്തപുരത്ത് ഞങ്ങൾ ഈ കേന്ദ്രം ആരംഭിച്ചത്. പക്ഷെ കഴിഞ്ഞ ജൂൺ 27 മാത്രമാണ് സൊലസ് ഹോം എന്നുള്ള പേരിൽ നമ്മൾ കുമാരപുരത്ത് സെൻറ്റ് ജോർജ് ലെയിനിൽ ഒരു കെട്ടിടം വാടകയ്ക്കെടുത്ത് അവിടെ ആരംഭിച്ചത്. അപ്പോൾ നിരന്തരം ശ്രീചിത്രയിലേക്ക് അതേമാതിരി SIT RCC ആണ് മെയിനായിട്ട് രോഗികൾ വരുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാവും. പിഞ്ചു കുഞ്ഞുങ്ങളായിട്ട് ഈ അച്ഛനും അമ്മയ്ക്കും ജോലിക്ക് പോകാൻ നിവൃത്തിയില്ല. ചുരുങ്ങിയത് 6 മാസമെങ്കിലും ഇവിടെ താമസിച്ചേ പറ്റൂ. ട്രീറ്റ്മെൻറ്റിൻ്റെ ഇതിൽ RCCയിലത്തെ ട്രീറ്റ്മെൻറ്റിൽ അധികവും ചുരുങ്ങിയത് 6 മാസം എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് പിന്നെയും ഉണ്ട്, കാരണം ഫോളോ അപ്പിന് വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അവർക്ക് ഇവിടെയൊക്കെ താമസിക്കുമ്പോൾ ഭീമമായ വാടക കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ്. അവർക്ക് നമ്മൾ പുറത്ത് ഇവിടെ താമസിക്കുന്നവർക്ക് എല്ലാം ഫ്രീ ആണ്, ഭക്ഷണം തൊട്ട് താമസം എല്ലാം ഫ്രീ. പുറത്ത് താമസിക്കുന്ന കുറേ പേരുണ്ട്, ഒരു 100-300-ലധികം പേര് പുറത്ത് താമസിക്കുന്നവരുണ്ട്. ഇവർക്ക് വാടകയുടെ ഒരു വിഹിതം നമുക്ക് 3000 തൊട്ട് 5000 രൂപ വരെയൊക്കെ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം 15000-ഉം 10000-ഉം ഒക്കെ വാടക കൊടുത്താണ് ഓരോരുത്തരും താമസിക്കുന്നത്. നമ്മൾ ചെറിയ സഹായം അതേമാതിരിക്ക് അവർക്ക് 1000 രൂപയുടെ ഭക്ഷണ കിറ്റും കൊടുക്കുന്നുണ്ട് ഈ പുറത്ത് താമസിക്കുന്നവർ. അങ്ങനെ നമ്മൾ അവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ സാമ്പത്തികം ഈ ഷീബ അമീർ തന്നെ പലപ്പോഴും വിദേശത്തുമെല്ലാം പോയിട്ട് വന്നേ ഉള്ളൂ. അവിടെ നിന്നും കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിലുള്ള കുറേ സുമനസ്സുകൾ എത്തിക്കുന്നുണ്ട്. കാരണം നമുക്കിപ്പോൾ ഒരു 1000 രൂപയോ 2000 രൂപയോ കൊണ്ടുവന്നാൽ ഞങ്ങൾക്കതൊരു വലിയ സഹായമാണ്. ആ രീതിയിൽ ആൾക്കാർ സഹായിക്കുന്നുണ്ട്. ഇപ്പം നാളെ ഞങ്ങളുടെ ഒരു പ്രോഗ്രാമുണ്ട്, സ്നേഹാർദ്രമായി എന്നാണ് അതിൻ്റെ പേര്. അത് നമ്മുടെ ഹസൻ മരക്കാർ ഹാളിൽ വെച്ചാണ് നടത്തുന്നത്. 5:30 നാളെ. അത് കഴിഞ്ഞിട്ട് കുറേ കലാവിരുന്നുണ്ട്. എന്നാൽ സംഗീത വിരുന്നും അതിനോട് കൂടെ ഒരു മാജിക് ഷോ. അത് ഇത് നടത്തുന്നത് അവനി എന്ന് പറഞ്ഞ ഒരു ക്യാൻസർ അതിജീവിതയായ
18 വയസ്സായ കുട്ടിയാണ്. ആ കുട്ടി ഇപ്പോഴും സംഗീത കോളേജിൽ പഠിക്കുകയാണ്. ആ കുട്ടി പിന്നണി ഗായികയും കൂടെയാണ്. ആ കുട്ടിയുടെ വക ഒരു ഗാന വിരുന്നുണ്ട്. കൂടാതെ ശൈലജ പി അമ്പു സിനിമാ നടിയും അതേമാതിരി അവരുടെ എന്താ പറയേണ്ട നാടൻ പാട്ടുകൾ ഉള്ള ഒരു സംഗീത വിരുന്നും നമ്മുടെ SBTയിൽ നിന്നും ജനറൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്ത പ്രൊഫസർ ജയസൈകാളിൻ്റെ ഒരു മാജിക് ഷോ, കൂടാതെ എക്സോ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ കുട്ടികളുടെ അവരുടെ ഒരു നൃത്തസന്ധ്യയും ഏകദേശം ഒരു 9:30 മണി വരെയൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലെല്ലാവരും നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഏതൊരു ഞങ്ങൾക്കൊരു ഊർജ്ജമായിരിക്കും നിങ്ങളെല്ലാം ഒന്ന് പങ്കെടുത്ത് ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യുമ്പോൾ കേരളത്തിൽ മൊത്തം ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് എല്ലാവരും അറിയണം. അറിയാൻ മാത്രമല്ല വൈകാരികമായിട്ട് എല്ലാവരും അത് മനസ്സിൽ ഉൾക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണം എന്നുള്ളതാണ് ഇതിലുദ്ദേശിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ട് അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറിയും അതേമാതിരി ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റുമായ K. ജയകുമാർ സാറാണ്. കൂടാതെ ഷീബ അമീർ വരുന്നുണ്ട്, അവർ അധ്യക്ഷത വഹിക്കും. പിന്നെ മുഖ്യാതിഥിയായിട്ട് റിട്ടയേർഡ് ജസ്റ്റിസ് സിരി ജഗൻ സാറ് പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ അവനിയുടെ ഒരു സ്നേഹ സന്ദേശവും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതിലെല്ലാവരും എത്തിച്ചേരണം. വേണ്ട സഹായ സഹകരണങ്ങൾ നിങ്ങൾ എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ സൊലസ് പോലുള്ള ഇതേമാതിരിയുള്ളത് കൊണ്ട് നടത്തണമെങ്കിൽ സാമ്പത്തിക ഭാരം ശരിക്കുമുണ്ട്. അപ്പം നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾക്ക് നിങ്ങൾക്കും അവിടെ എത്തിക്കാം. കാരണം 1000 രൂപയായാലും ഞങ്ങളെ സംബന്ധിച്ചോളം വലിയ ഒരു സഹായമാണ്. കാരണം ഭീമമായ വാടക കൊടുത്താണ് ഇവിടെ ഇപ്പോൾ കിട്ടിയത്. 1,00,000-ഓളം രൂപയാണ് വാടക. അപ്പോൾ അതൊക്കെ നിങ്ങളൊരു എല്ലാവരും സഹായിക്കുമ്പോഴാണ് നമുക്ക് ഒന്നിച്ച് ഇവരെ ചേർത്ത് പിടിച്ച് ഈ ക്യാൻസർ വന്ന കുട്ടികളുടെ കുടുംബങ്ങളെ മൊത്തം ചേർത്ത് പിടിച്ച് അവർക്കൊരു വലിയ സഹായ ഹസ്തമായിട്ട് നിങ്ങളെല്ലാവരും എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു, പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്.